ഹായ് മക്കളെ, നീറ്റ് 2026 ക്യാൻസൽ ആയതോടുകൂടി നിങ്ങളൊക്കെയുള്ള ഏറ്റവും വലിയ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴായിരിക്കും റീനീറ്റ് നടക്കുക എന്നുള്ളത്. എനിക്കൊക്കെ വേണേൽ നിങ്ങളോട് പറയുന്നത് നിങ്ങളിതിന് അതിനെക്കുറിച്ച് ബേജാറ്, നിങ്ങൾ പഠിച്ചു തുടങ്ങി എനിക്ക് അത് അനൗൺസ് ചെയ്യല്ലോ എന്നൊക്കെ പറയെങ്കിലും നിങ്ങളുടെ ബുദ്ധിമുട്ടും നിങ്ങളുടെ ആശങ്ക എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം എന്താ വെച്ചാൽ അടുത്ത നീറ്റ് എന്നാണ് എന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ പഠനത്തിൻ്റെ സ്ട്രാറ്റജിയൊക്കെ മാറുക അല്ലേ. അതായത് ഒരു 600 മാർക്ക് കിട്ടിയ കുട്ടിക്കൊക്കെ എന്തായിരിക്കും 30 ദിവസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പഠിക്കാം, 15 ദിവസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പഠിക്കാം എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. പക്ഷേ വീഡിയോ നിങ്ങൾ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഇതൊക്കെ ഗസ് വർക്കുകളാണ്. ഞാൻ മാത്രമല്ല, ആര് നീറ്റ് എപ്പോഴാണെന്ന് പറയുന്ന ഏത് വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാലും ഒഫീഷ്യൽ NTA അനൗൺസ്മെൻറ്റ് വരുന്നത് വരെ അത് ഗസ് വർക്കുകളായിരിക്കും. പക്ഷേ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനൊരു കൈൻഡ് ഓഫ് കുറച്ച് കാൽക്കുലേഷൻസും കുറച്ച് റിസർച്ചൊക്കെ നടത്തിയിട്ടാണ് ഇത് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഇത് തെറ്റാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. ആൻഡ് അതിനു മുമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് ഇന്ന് ഈ ഷോക്കിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. എസ്പെഷ്യലി നല്ല മാർക്ക് വാങ്ങിയ ആൾക്കാരും അതേപോലെ തന്നെ റിപ്പീറ്റ് പ്ലാൻ ചെയ്ത ആൾക്കാരും ഇനി നീറ്റ് ഒഴിവാക്കി നിങ്ങൾ പറഞ്ഞ ആൾക്കാരൊക്കെ എന്തായിരിക്കും ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഷോക്ക്ഡ് ആയിരിക്കും. ഇന്ന് എന്ത് ചെയ്യട്ടെ, അതുപോലെ അങ്ങോട്ട് കഴിയട്ടെ. നാളെ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും കൃത്യമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. നിങ്ങളുടെ ഓൺലി തിങ് യു നീഡ് ടു ഡു ഫ്രം ടുമാറോ ഓൺവേർഡ്സ് ഈസ് സ്റ്റഡി സ്റ്റഡി സ്റ്റഡി. അത് മാത്രമാണ്. അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഉറപ്പായിട്ട് ഈ ചാനൽ എന്ത് ചെയ്യും, അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ തരുന്നതായിരിക്കും. പക്ഷേ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നാളെ മുതൽ ഞാൻ പഠിച്ചു തുടങ്ങുന്നുള്ളത് മാത്രം നിങ്ങൾ തീരുമാനിക്കുക. ഇനി അടുത്ത പാർട്ട്, ഇനി എന്തായിരിക്കും ഈ നീറ്റിൽ എനിക്ക് സംഭവിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കേസ്, NTA ഇത് ക്യാൻസൽ ചെയ്തുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും 700ന്റെ മുകളിലൊക്കെ മാർക്ക് വാങ്ങിയ കുട്ടികളൊക്കെ എന്തായാലും സുപ്രീം കോടതിയിൽ പോകും, ഒരു സംശയമില്ല. ആൻഡ് സുപ്രീം കോടതിയിൽ പോയാൽ സുപ്രീം കോടതിക്ക് എന്താണ്, നീറ്റ് ക്യാൻസൽ ആക്കാനുള്ള അധികാരമൊക്കെ ഉണ്ട്. പക്ഷേ ദ തിങ് ഈസ് ദാറ്റ് NTA എന്ത് ചെയ്യും, വളരെ കൃത്യമായിട്ട് അതിൻ്റെ പ്രൂഫ് കൊടുക്കും. CBI കൊടുക്കുകയാണെങ്കിൽ ഓക്കെ ഇത് വന്നിട്ടുണ്ട്, എന്ത് ചെയ്യാം, ഈ ക്യാൻസലേഷൻ അതേപോലെ നിലനിൽക്കാനാണ് ചാൻസ്. പക്ഷേ അവിടെ ഒരു ടൈം ലൈൻ സംഭവിക്കുന്നത്. എന്ന് മാത്രമല്ല, നീറ്റിനെതിരെ എസ്പെഷ്യലി തമിഴ്നാട് പോലത്തെ സംസ്ഥാനമൊക്കെ എന്താണ്, നീറ്റിന് പണ്ട് മുതലേ എതിർത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവിടെ പുതിയ ഗവൺമെൻറ് വന്നിട്ടുണ്ട്, വിജയ്ക്ക് ഒന്നും കൂടെ ഷൈൻ ചെയ്യാനുള്ള അവസരമാണ്. അപ്പോൾ അവരൊക്കെ എന്താണ് സുപ്രീം കോടതിയിലൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ നൂലാമാലകളൊക്കെ ഇനി എന്തായിരിക്കും അടുത്ത കുറച്ച് ദിവസങ്ങൾ നടക്കുന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ എന്നാലും എന്താണ്, ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ചാൻസിനെ കുറിച്ച് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കേണ്ട ആവശ്യമില്ല. കാരണം അറ്റ് ദ മൊമെന്റ് ഒഫീഷ്യലി നീറ്റ് ഈസ് ക്യാൻസൽഡ്. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ എന്നായിരിക്കും എക്സാം നടക്കുക എന്നുള്ളതാണ്. ഇതിന് 2 പാർട്ടുണ്ട്. ഇപ്പം ഓരോ നീറ്റ് എക്സാമും NTA ഏകദേശം 2 മാസത്തോളം പ്രിപ്പറേഷനൊക്കെ നടത്താറുണ്ട് എന്നാണ് അന്നത്തെ നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പത്രത്തിലൊക്കെ മനസ്സിലാവാറുള്ളത്. പക്ഷേ ഒരു റീനീറ്റിന് ഇനി ഒരു 2 മാസമൊക്കെ കൊടുക്കൽ അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷെ ഇതിന് നമുക്ക് ആകെ എക്സാമ്പിൾ എടുക്കാൻ പറ്റുന്നത് 2015 കൃത്യം 11 മാസം മുന്നേ ഉള്ള, അന്ന് നീറ്റ് അല്ല, AIPMT എന്നുള്ള എക്സാം ഇതേപോലെ തന്നെ എന്താണ്, കോളറയിൽ ക്യാമറ വെച്ചുകൊണ്ട് കുറച്ച് കുട്ടികൾ കോപ്പി അടിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എന്താണ് അന്ന് NTA അല്ല, അല്ലെങ്കിൽ നീറ്റ് നടത്തുന്ന AIPMT നടത്തുന്ന CBSE അല്ല അന്ന് ക്യാൻസൽ ചെയ്തത്. പകരം സുപ്രീം കോടതി ആ എക്സാം ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾ ഇന്ത്യ കോട്ടയിലുള്ള അഡ്മിഷൻസ്. ആൻഡ് ആ സുപ്രീം കോടതി വിധി വന്നത് ജൂൺ 10, 2015 സുപ്രീം കോടതി അന്നത്തെ നീറ്റിന് തുല്യമായിട്ടുള്ള AIPMT എക്സാം ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞത്. ആൻഡ് CBSE ആ വർഷത്തെ AIPMT എക്സാം നടത്തിയത് ജൂലൈ 25, 2015. അതായത് എന്ത് വന്നാലും ഏകദേശം 1.5 മാസത്തെ ഗ്യാപ്പ് അന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നും അതേപോലെ തന്നെ എടുക്കണം. കാരണം എന്താ വെച്ചാൽ, ഇത് ഓഫ്ലൈൻ എക്സാംസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യണം, അത് ട്രാൻസ്പോർട്ട് ചെയ്യണം, അതിനുള്ള ബാക്കി അറേഞ്ച്മെന്റ്സ് നടത്തണം. അങ്ങനെയുള്ള എന്തൊക്കെ പറഞ്ഞാലും എന്താണ്, എത്ര മെഷീനറി വർക്ക് ചെയ്താലും 45 ദിവസം എന്ന് പറയുന്നത് ഒരു ഏകദേശം മിനിമം സമയമാണ്. എന്ന് പോട്ടെ, ഇനി എത്ര മിനിമം ആക്കി കഴിഞ്ഞാലും 30 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് നടത്താനുള്ള ചാൻസ് ഇല്ല. എന്തായാലും NTA സുപ്രീം കോടതിയുടെ ഫൈനൽ വേർഡിക്റ്റ് വരെ ഒന്നും വെയിറ്റ് ചെയ്യില്ല. അവരെന്ത് ചെയ്യും, റീനീറ്റ് നടത്താനുള്ള പരിപാടികൾ ഇന്ന് മെയ് 12 മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും മിനിമം എന്തായിരിക്കും, ഒരു മാസം ജൂൺ 12 ഉള്ളിൽ അടുത്ത നീറ്റ് നടക്കാനുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. ഒന്നാമത്തെ കേസ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വന്നാലും ഒരു മാസത്തിൻ്റെയും 45 ദിവസത്തിൻ്റെ ഇടയിലുള്ള സമയം നിങ്ങൾക്ക് കിട്ടുന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കണം, മെയ് 12 മുതലുള്ളത്. ഇനി രണ്ടാമത്തെ കേസ്, ആ ഡേറ്റ് എന്നായിരിക്കും എന്നുള്ളതാണ് അടുത്തൊരു പാർട്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നീറ്റ് തുടങ്ങിയ അന്ന് മുതൽ ഞായറാഴ്ചകളിൽ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നീറ്റ് നടത്തിയിട്ടുള്ളത്. അതിനുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നാൽ ഈ നീറ്റ് നടത്താൻ വേണ്ടിയുള്ള ലക്ഷക്കണക്കിന് ഉദ്യോഗസ്ഥർക്കൊക്കെ എന്നായിരിക്കും അന്ന് ഫ്രീ ആയിരിക്കും എന്നുള്ളൊരു പാർട്ടും കൂടെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഈ ജൂൺ 25 ഞായറാഴ്ച ആയിരിക്കില്ല എന്നുള്ള രീതിയിൽ ഒന്ന് നോക്കി. പക്ഷേ ജൂൺ 25, 2015 എന്ന് പറയുന്നത് അതൊരു സാറ്റർഡേ ആയിരുന്നു. സ്റ്റിൽ എന്താണ്, മോസ്റ്റ് ഓഫ് ദ
എസ്പെഷ്യലി നീറ്റ് നടത്താറുള്ളത് CBSE സ്കൂളിലുള്ള അധ്യാപകരാണ്. CBSE അവരുടെ ഈ വർക്ക് ഫോഴ്സിനെയാണ് ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സാറ്റർഡേയും എന്തായിരിക്കും പോസിബിൾ ആയിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ജൂൺ 12 ശേഷമുള്ള ഏറ്റവും അടുത്ത സാറ്റർഡേ സൺഡേ എപ്പോഴാണ് ഡേറ്റ് നിങ്ങൾ നോക്കിക്കടാ. അതായത് 2026 ജൂൺ 13 എന്ന് പറയുന്നത് 2026 ജൂൺ 13 എന്ന് പറയുന്നത് ഒരു സാറ്റർഡേ ആണ്. ജൂൺ 13 14 ആവാം, അല്ലെങ്കിൽ പിന്നെ അടുത്തത് വരാൻ പോകുന്നത് 20 21 ആവാം. അങ്ങനെയുള്ളൊരു ഡേറ്റുകൾ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. കാരണം ഒരു വർക്കിംഗ് ഡേയിൽ ഇതുപോലത്തെ ഇന്ത്യ മൊത്തം സ്തംഭിക്കുന്ന ഒരു എക്സാം നടത്തുക എന്ന് പറയുന്നത് NTA സംബന്ധിച്ച് പ്രായോഗികമായിരിക്കില്ല. സോ നിങ്ങളുടെ ഏറ്റവും ഏർലിയസ്റ്റ് ഡേറ്റ് എൻ്റെ ഒരു വീണ്ടും പറയുകയാണെങ്കിൽ ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. കാൽക്കുലേറ്റഡ് പ്രഡിക്ഷനിൽ ജൂൺ 13 ആവാനാണ് സാധ്യത. നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കാര്യങ്ങളും അറിയിക്കാം.